ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് തന്നെ പറയാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ വളം വാങ്ങുന്നത്, പിന്നെ കൃഷിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കീടനാശിനിയല്ല, അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തായാലും ജൈവ കീടനാശിനി എന്തായാലും എന്തെങ്കിലും ഒന്ന് തളിക്കേണ്ടി വരുന്നില്ല. അതൊക്കെ നമുക്ക് വാങ്ങുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചെറിയ ചെറിയ കൃഷി ചെയ്യുന്നവർക്കറിയാം അത് എന്താണെന്ന്. ഇപ്പോൾ വളവും അങ്ങനെ വാങ്ങണമെങ്കിൽ നമുക്ക് ചിലവ്, ഈ കൃഷിയിൽ ഭയങ്കര നഷ്ടം സംഭവിക്കാനിടയുണ്ട്. കുറേ അധികം വളം വാങ്ങി വില കൊടുത്ത്, ഇപ്പോൾ വളത്തിനെല്ലാം നല്ല വിലയുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൃഷി ഒരു നഷ്ടം തന്നെയാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയാൽ നമുക്ക് കൃഷി അത്ര ചിലവേറിയ അല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിന് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് ഫിഷ് അമിനോ ആസിഡ്. ഇതാണത്, ഫിഷ് അമിനോ ആസിഡ്. മാർക്കറ്റിൽ ഇപ്പോൾ നല്ല വില കുറഞ്ഞ് നമുക്ക് മത്തി കിട്ടും. ആ സമയത്ത് പിന്നെ മത്തി വാങ്ങി നമ്മൾ ശർക്കരയും മത്തിയും ഒരേപോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വളമാണിത്. നന്നായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നല്ല മണം, നല്ല തേൻ പോലെ ആയിട്ടുണ്ട്. ഇത് വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒരു തുണി വെച്ച് അരിച്ചൊഴിച്ചാൽ മതി. നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. തുണി വെച്ച് അരിച്ചൊഴിക്കണം വേറെ. എന്നിട്ട് 1 മില്ലിക്ക് ഒരു ലിറ്റർ 1 മില്ലി എടുക്കുകയാണെങ്കിൽ അതിന് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിലും മുഴുവനായി തളിച്ചു കൊടുക്കാം. ചെടിക്ക് മുഴുവനായി സ്പ്രേ ചെയ്യുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇത് ഞാനിങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാനൊരു ഇത് കണ്ടു. ഇതിന് പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുത്താൽ മാത്രമേ മണമില്ലാതിരിക്കൂ. പക്ഷെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ശർക്കരയും മത്തിയുടെ വേസ്റ്റ് മാത്രമാണ്. മത്തി ഫുള്ളായിട്ടും ഇടാം. വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് മത്തി ഫുള്ളായിട്ട് വാങ്ങി അത് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിതിന് അടുത്ത വീട്ടിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവന്നിട്ടാണ് ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയത്. ഒരേപോലെ കുറച്ച് അടിയിൽ മത്തി നിരത്തുക, അതിൻ്റെ മീതെ കുറച്ച് ശർക്കര പൊടിച്ചത്, അതിൻ്റെ മീതെ വീണ്ടും മത്തി. എന്നിട്ട് ഒരാഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുക്കണം. 1 മാസം വരെ ഒരാഴ്ചയിലൊരിക്കൽ ഇളക്കി കൊടുക്കണം. പിന്നീട് അനക്കാതെ വെക്കണം. പിന്നെ ഒരു 45 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു ഇതായിട്ട് കിട്ടും. ഇതിനിപ്പോൾ ഒരു പൈനാപ്പിൾ ചേർത്തിട്ടൊന്നുമില്ല. പൈനാപ്പിൾ ചേർക്കണം മണമില്ലാതിരിക്കുക. പക്ഷേ ഇതിനൊരു മണമോ ഒന്നുമില്ല. നല്ല മണം, നല്ലൊരു തേനിൻ്റെ മണം പോലെ കാണുമ്പോൾ തേൻ രുചി ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിന് പൈനാപ്പിളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഒരു വെള്ളമായ ശർക്കര പാനി ചേർക്കരുത്. എപ്പോഴും ശർക്കര പൊടിച്ച് തന്നെ ചേർക്കണം. ശർക്കര പാനി ചേർത്തെങ്കിൽ അത് ശരിയാവാതെ ഇരിക്കും. പക്ഷെ അത് ശരിയാവാതെ മണം വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് വേറെ വളമായിട്ടും ഉപയോഗിക്കാം. പിന്നെ ഏതെങ്കിലും ചെടി നടുമ്പോൾ അതിൻ്റെ അടിയിൽ അടിവളമായി ചേർത്ത് അങ്ങനെ
കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ശരിയായില്ല എന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് നന്നായി നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട്, നല്ല ഇതായിട്ട്. ഇനി ഞാൻ ഇതിനെ അരിച്ചിട്ട് ചെടികൾക്ക് ഒഴിക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയി കാണിക്കാം. ചെടികൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. എനിക്ക് അരിച്ചൊരു വേറൊരു ജാറിൽ ഒഴിച്ചിട്ട് അത് പിന്നീട് അതെങ്ങനെയാണ് അത് ചെടിക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്.